എനിക്ക് നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന ഒരു ആഗ്രഹമുണ്ട്. ഞാൻ നിന്നെ സ്നേഹത്തോടെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് എപ്പോഴും ആ ഒരു കുട്ടിയോട് ചോദിക്കുക. ഇനി അവൾ ഓക്കെ ആണെങ്കിൽ ഒന്ന് ചിരിക്കും. അതാണ് നിങ്ങളുടെ ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ഹഗ് എ ഗേൾ. ഒരു പെൺകുട്ടീനെ എങ്ങനെയാണ് കെട്ടിപ്പിടിക്കേണ്ടത് എന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹഗ്ഗിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് അല്ലേ. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ് കൂട്ടാനും നമ്മുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനും വിഷമിച്ച് നിൽക്കുന്ന ഒരാളെ ആശ്വസിപ്പിക്കാനും ഒക്കെ ഹഗ്ഗിങ് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഒരു റിലേഷൻഷിപ്പിൽ ആയതിനു ശേഷം ഒട്ടുമിക്ക ആളുകൾക്കും തോന്നുന്ന ഒന്നാണ് അവനെ അല്ലെങ്കിൽ അവളെ ഒന്ന് സ്നേഹത്തോടെ ഹഗ് ചെയ്യണം എന്നത്. ചില ആളുകൾ ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് ആയതേ ഉടൻ തന്നെ പോയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പെർമിഷൻ ഇല്ലാതെ അവരെ കയറി അങ്ങോട്ട് ഹഗ് ചെയ്യും. അത് അവർക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ആകുകയും മേ ബി ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകാനുള്ള ചാൻസ് വരെ അതിൽ ഉണ്ട്. ഇനി ചില ആളുകളുണ്ട്, ഒന്ന് റിലേഷൻഷിപ്പ് ആയതിനു ശേഷം ജസ്റ്റ് അറിഞ്ഞുകൊണ്ട് തന്നെ ഒന്ന് തോളത്തൊക്കെ കൈയൊക്കെ ഇട്ടിട്ട് നിന്നങ്ങോട്ട് സംസാരിക്കും. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം എന്നൊന്നും ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, പലരുടെയും ക്യാരക്ടർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെ അങ്ങനെ ഹഗ് ചെയ്യുന്നതും കൈയിട്ട് സംസാരിക്കുന്നതും ഒക്കെ ഇഷ്ടമായിരിക്കും. എന്നാൽ ചിലരുടെയോ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ആണെങ്കിലോ അവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ല. അപ്പോൾ നമുക്കറിയാം, ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളവർ, നിങ്ങളുടെ റിലേറ്റീവ്സ്, നമ്മുടെ ഫാമിലിയിലുള്ളവർ, ഇങ്ങനെയുള്ളവരോടൊക്കെ നമ്മൾ സ്നേഹം കൂടുമ്പോൾ ഒന്ന് ഹഗ് ചെയ്യാറൊക്കെ ഉണ്ട് അല്ലേ. ഇനി നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവളുടെ പെർമിഷൻ ചോദിക്കുക എന്നതാണ്. എനിക്ക് നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന ഒരു ആഗ്രഹമുണ്ട്. ഞാൻ നിന്നെ സ്നേഹത്തോടെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് എപ്പോഴും ആ ഒരു കുട്ടിയോട് ചോദിക്കുക. ഇനി അവൾ ഓക്കെ ആണെങ്കിൽ ഒന്ന് ചിരിക്കും. അതാണ് നിങ്ങളുടെ ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയുന്നത്. അവൾ അങ്ങനെ ചിരിച്ച് ഒരു പെർമിഷൻ തന്നാൽ മാത്രമേ നിങ്ങൾ അവരെ ഹഗ് ചെയ്യുക. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, 20 സെക്കൻഡ്സിൽ കൂടുതൽ ഒരാളെ നമ്മളിങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിച്ച് നിന്നാൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളോടൊരു വിശ്വാസവും നിങ്ങളുടെ വിശ്വാസം അവരിലേക്ക് കൂട്ടാനും അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ടൈമിൽ നിങ്ങളൊരു ഐ കോണ്ടാക്റ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇനി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ കൈ ഉപയോഗിച്ചിട്ട് അവരുടെ ആ ഒരു മുടിയിലൊക്കെ ഒന്ന് തൂത്ത് തലോടുവാണെങ്കിൽ അതും അവരെ ഒരുപാട് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്നാണ്. അതായത് നിങ്ങളുമായിട്ടുള്ളൊരു സ്നേഹവും വിശ്വാസവും ഒന്നുകൂടി കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ ഈ കെട്ടിപ്പിടുത്തതിനൊക്കെ ശേഷം നിങ്ങളിങ്ങനെ കയ്യിലൊക്കെ കോർത്ത് പിടിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളെ കുറച്ചും കൂടി റൊമാൻറ്റിക് ആകാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നും പറയാറുണ്ട്. ഇനി അവർ നിങ്ങൾക്ക് പെർമിഷൻ തന്നു എന്നും വിചാരിച്ചിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ കുറേ ടൈം കെട്ടിപ്പിടിച്ചുകൊണ്ടൊന്നും നിന്നേക്കരുത്. ഓൾവേസ് നിങ്ങളൊരു കാര്യം ഓർക്കണം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ റെസ്പെക്റ്റ് ചെയ്യുക എന്നത്. അവരുടെ ഫീലിങ്സും ഇമോഷനെയും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്തിരിക്കണം. പിന്നെ നിങ്ങളിലേക്ക് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വേറെ ഒന്നുമല്ല, ഇതൊരു എഡ്യൂക്കേഷൻ ചാനലാണ്. വേറെ ഒരു കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇനി നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് ആരോടെങ്കിലുമൊക്കെ സ്നേഹമൊക്കെ കൂടിയിട്ട് നിങ്ങൾ കെട്ടിപ്പിടിക്കാൻ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു ആളുടെ പെർമിഷൻ എല്ലാവരും ചോദിച്ച് വാങ്ങിയിരിക്കണം. ആരുടെയും പെർമിഷൻ ഇല്ലാതെ ആരും ആരുടെ ശരീരത്തൊന്നും തൊടാനോ അല്ലെങ്കിൽ ഹഗ് ചെയ്യാനോ ഒന്നും പോയേക്കരുത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് എന്താണോ അതിനൊക്കെ ഉത്തരവാദി നിങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ റെസ്പെക്റ്റ് ചെയ്യുക. അവരുടെ ഫീലിങ്സും ഇമോഷനും ഒക്കെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്തിട്ട് വേണം എന്ത് കാര്യങ്ങളാണെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ആരുടെയും പെർമിഷൻ ഇല്ലാതെ ആരുടെയും ശരീരത്തൊന്നും തൊടാനൊന്നും പോയേക്കരുത്. മറ്റുള്ളവരെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുമല്ലോ, അതേപോലെ തന്നെയാണ് അവർ നിങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഗീവ് ആൻഡ് ടേക്ക് എന്നാണല്ലോ പറയുന്നത്. നമ്മൾ ഒരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളെയും റെസ്പെക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ആരും ആരുടെയും പെർമിഷൻ ഇല്ലാതെ ആരുടെയും ശരീരത്ത് തൊടാനോ ഹഗ് ചെയ്യാനോ ഒന്നും പോയേക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടത്തിൽ തീർച്ചയായിട്ടും സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.